13/3/24 ഞങ്ങൾ ഈ വാഹനം എഗ്രിമെന്റ് പ്രകാരം പുള്ളിയുടെ സ്വയം എഗ്രിമെന്റ് പ്രകാരം 13/3/24 11 ലക്ഷം രൂപ കൊടുത്ത് 8 ലക്ഷം രൂപ ക്യാഷ് ചെക്കും 3 ലക്ഷം രൂപ RTGS മുഖേന കൈമാറുന്നു. വാഹനം ഞങ്ങൾക്ക് കൈമാറുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ TP പെർമിറ്റ് ആണെന്നുള്ളത് അറിയുന്നത്. അപ്പോൾ TP പെർമിറ്റ് ആകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് പെർമിറ്റ് പുതുക്കണമെങ്കിൽ തന്നെ TC തോമസ് എന്ന് പറഞ്ഞ ആള് നമുക്ക് RTO ഓഫീസിൽ അപേക്ഷ ഇട്ടാൽ മാത്രമേ നമുക്ക് പെർമിറ്റ് പുതുക്കി വണ്ടി ഓടിക്കാൻ സാധിക്കുകയുള്ളൂ. പുള്ളി ആപ്ലിക്കേഷൻ ഇട്ടില്ലെങ്കിൽ പെർമിറ്റ് പുതുക്കുവാൻ സാധിക്കുകയില്ല. ഞങ്ങളുടെ പേരിലേക്ക് വണ്ടി ട്രാൻസ്ഫർ ആകാൻ താമസമുണ്ട്. ബോർഡ് മീറ്റിങ്ങിലല്ലാതെ വണ്ടി ട്രാൻസ്ഫർ ആകത്തില്ല. അങ്ങനെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഞങ്ങൾ 6 ലക്ഷം രൂപ കൂടെ പുള്ളിക്ക് കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് പുള്ളി ബസ്സിൽ കയറി ഓരോ പ്രശ്നം ഉണ്ടാക്കുകയും വഴക്കിടുകയും ചെയ്തു. അതിൻ്റെ പരമായിട്ട് ഞാൻ പോലീസിൽ പരാതി ജില്ലാ പോലീസ് മേധാവിക്കും കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്കും പിന്നെ കോട്ടയം SHOയ്ക്കും പരാതികൾ പലതവണ കൊടുത്തു. പക്ഷേ അവിടെ നിന്നൊന്നും ഒരു നീതിയും നമുക്ക് ലഭിച്ചിട്ടില്ല. സർവീസ് ബസ് വിൽപ്പനയുടെ പേരിൽ പ്രവാസി മലയാളിയായ സ്ത്രീയുടെ 17 ലക്ഷം രൂപ കബളിപ്പിച്ചതായി പരാതി. മാടപ്പള്ളി സ്വദേശിയായ ഷേർലി ജേക്കബിനെ ബസ് ഉടമയായ ചാന്നാനിക്കാട് സ്വദേശി TC തോമസ് തകടിയൽ പറമ്പിൽ കബളിപ്പിച്ചതായാണ് പരാതി. കോട്ടയം ഈസ്റ്റ് പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ പരാതികൾ നൽകിയതായും പോലീസ് ഇടപെടൽ കാര്യമായി നടക്കാത്തതിന്റെ പേരിൽ കോടതിയെ സമീപിച്ചെന്നും ഇതിന്റെ ഭാഗമായി മാത്രമാണ് പോലീസ് തങ്ങളുടെ പരാതിയിൽ FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തതെന്നും ഷേർലി ജേക്കബ് പറഞ്ഞു. കോടതിയിൽ നിന്ന് CMB എടുത്തപ്പം പിന്നെ പോലീസിന് കോട്ടയം ഈസ്റ്റിലെ SHOയ്ക്ക് കൊടുത്തിട്ടുണ്ട്. 7-ാം തീയതി SHOയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഇതുവരെയും തീരുമാനമൊന്നും ആയിട്ടില്ല. അപ്പോൾ 17 ലക്ഷം രൂപ കൊടുത്തതിൻ്റെ ഇടയ്ക്ക് 5 ലക്ഷം രൂപയുടെ ഒരു ക്യാഷ് ചെക്കും കൂടി ഞങ്ങൾ കൊടുത്തിരുന്നു. അത് ഡേറ്റ് ഇടാതെയാണ് കൊടുത്തിരുന്നത്. എന്നുവെച്ചാൽ വണ്ടി ട്രാൻസ്ഫർ ആകുന്ന മുറയ്ക്ക് നമ്മൾ കൊടുത്താൽ മതിയല്ലോ എന്നോർത്ത്. ഇതിൻ്റെ ഇടയ്ക്ക് ജോയിന്റ് ആപ്ലിക്കേഷൻ ഒപ്പിട്ട് തരികയും ഇതിൻ്റെ പുറമെ ഇയാൾ പിന്നെ പെർമിറ്റ് പുതുക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അപേക്ഷ കൊടുത്തു. ഇതൊന്നും ഞങ്ങൾ അറിയുന്നില്ല. അങ്ങനെ ഞങ്ങൾ പലവട്ടം തിരക്കിയപ്പോഴത്തേക്ക് RTO മീറ്റിങ്ങിൽ ഇയാൾ പെർമിറ്റ് എനിക്ക് തരാൻ വെച്ചിരുന്ന പെർമിറ്റ് ഇയാൾ ഒബ്ജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. പിന്നീട് വന്നു അത് കഴിഞ്ഞ് എൻ്റെ ക്യാഷ് ചെക്ക് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്തു. ഈ ഒബ്ജക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ വിവരം അറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ബാങ്കിൽ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു. അതിൻ്റെ പരമായിട്ട് ആ ചെക്ക് മാറാൻ പറ്റിയില്ല. ഓൾറെഡി 17 ലക്ഷം രൂപ ഇയാൾ വാങ്ങിയിട്ടുണ്ട്. പിന്നീട് ഇയാൾ ചെയ്തത് ഞങ്ങളുടെ വണ്ടി മോഷിച്ചുകൊണ്ട് പോവുകയോ ചെയ്തത്. വണ്ടി മോഷിച്ചതിന് പോയ ശേഷം ഞാൻ വീണ്ടും പിന്നെ കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്കും കോട്ടയം ഈസ്റ്റ് പോലീസ് SHOയ്ക്കും പരാതി കൊടുത്തു. അവിടുന്ന് അന്നേരവും ഒരു നീതിയും ലഭിച്ചില്ല. അങ്ങനെയാണ് ഞാൻ CMBയിലേക്ക് ഉണ്ടായത്. പോലീസിന്റെ ഉത്തരവാദിത്തമില്ലായ്മയാണ് എനിക്ക് ഇത്രയും പ്രശ്നങ്ങളുണ്ടായത്. പോലീസിന്റെ നല്ല തീരുമാനമായിരുന്നെങ്കിൽ പോലീസിന് അവിടെ വെച്ച് തന്നെ കൈകാര്യം ചെയ്യാമായിരുന്നു. അവരുടെ ശ്രദ്ധക്കുറവ് കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത്. ഇയാൾക്ക് കൂടുതലും പെർമിറ്റ് കച്ചവടമാണ്. വിൽപ്പന നടത്തിയ ബസ് മോഷ്ടിച്ചു കൊണ്ടുപോയ ശേഷം ആദ്യ ഉടമ മറ്റേതോ ബസ് ഉപയോഗിച്ച് സർവീസ് നടത്തുന്ന വിചിത്രമായ കച്ചവട രീതിയാണ് പ്രവാസി മലയാളിക്ക് ലഭിച്ചത്. സാമ്പത്തിക വിഷയമായതിനാലാണ് പോലീസ് ഇടപെടൽ നടത്താതെ ഇരുന്നതെന്നും കോട്ടയം ഈസ്റ്റ് പോലീസ് പറഞ്ഞു. മോഷ്ടിച്ചുവെന്ന് പറയുന്ന ബസിന്റെ RC ഓണറും പെർമിറ്റ് ഉടമയുമായ വ്യക്തിയാണ് ബസ് എടുത്തുകൊണ്ട് പോയതെന്ന് ആരോപിക്കപ്പെടുന്നതെന്നും പോലീസ് ചൂണ്ടിക്കാട്ടി. കുമരകം അട്ടിപ്പീടിക മെഡിക്കൽ കോളേജ് റൂട്ടിൽ സർവീസ് നടത്തിവരുന്ന KL 345441 നമ്പർ ലൈലാൻഡ് ബസ്സും അതിന്റെ റൂട്ട് പെർമിറ്റും സഹിതം 25 ലക്ഷം രൂപയ്ക്കാണ് വിൽപ്പന നടന്നത്. എന്നാൽ 17 ലക്ഷം രൂപ കൈപ്പറ്റിയ TC തോമസ് പെർമിറ്റ് പേര് മാറ്റുന്നതിനായി ഷേർലി ജേക്കബുമായി കോട്ടയം RTOയ്ക്ക് മുന്നിൽ സംയുക്തമായി അപേക്ഷ നൽകുകയും തുടർന്ന് ഷേർലി ജേക്കബ് അറിയാതെ ഇതിന് ഒബ്ജക്ഷൻ അപേക്ഷ നൽകുകയും അതോടൊപ്പം ഈ പെർമിറ്റ് മറ്റൊരു ബസ്സിലേക്ക് മാറ്റുവാനുള്ള അപേക്ഷ നൽകുകയും ചെയ്തതോടെയാണ് തങ്ങളെ കബളിപ്പിക്കപ്പെട്ട വിവരം ഷേർലി ജേക്കബ് അറിയുന്നത്. ബസ് വാങ്ങി ഏതാനും ആഴ്ചകളോളം ബസിന്റെ സർവീസ് തങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ തങ്ങൾക്ക് വിൽപ്പന ചെയ്ത ബസ് തോമസ് മോഷ്ടിച്ചുകൊണ്ട് പോകുകയും പെർമിറ്റ് ഉടമ എന്ന രീതിയിൽ മറ്റൊരു ബസ് ഉപയോഗിച്ച് സർവീസ് നടത്തി വരികയുമാണ്. തങ്ങൾ സർവീസ് നടത്തിയിരുന്ന സമയത്ത് ബസ്സിൽ കയറി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ഒരു സ്ത്രീ എന്ന പരിഗണന നൽകാതെ എന്റെ കയ്യിൽ കടന്നു പിടിച്ച് വഴക്കുണ്ടാക്കിയ സംഭവത്തിലും കോട്ടയത്ത് കേസ് നൽകിയതായും ഷേർലി ജേക്കബ് പറഞ്ഞു. സിനിമാ കഥയെ വെല്ലുന്ന തരത്തിൽ ഇതിനു മുൻപും TC തോമസ് ബസ് വിൽപ്പനയിൽ മറ്റു പലരെയും കബളിപ്പിച്ചിട്ടുണ്ടെന്നും അതിന്റെ കേസ് ഹൈക്കോടതിയിൽ നിലനിൽക്കുന്നതായും ഷേർലി ജേക്കബ് ആരോപിക്കുന്നു. ന്യൂസ് ഡെസ്ക് സിറ്റി വോയ്സ്.